മാനസികാരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ തെറ്റായി ഉപയോഗിക്കുന്ന പദങ്ങളിലൊന്നാണ് ഡിപ്രഷൻ. പലപ്പോഴും ആളുകൾ അവർക്കൊക്കെ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് ഡിപ്രഷനാണ് എന്ന്. എന്താണ് ഡിപ്രഷനും സങ്കടവും തമ്മിലുള്ള വ്യത്യാസം? സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ചില ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ്. ഉദാഹരണമായി, നിങ്ങളൊരു പരീക്ഷയ്ക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു നാച്ചുറൽ റിയാക്ഷനാണ് സങ്കടം. എന്നാൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. സങ്കടം കുറച്ച് സമയത്തിന് ശേഷം, 1-2 ദിവസത്തിന് ശേഷമൊക്കെ പതുക്കെ പതുക്കെ കുറയും. എന്നാൽ ഡിപ്രഷൻ അങ്ങനെയല്ല. ഡിപ്രഷൻ ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ആഴ്ചകളോ മാസങ്ങളോ പ്രോപ്പറായിട്ട് ചികിത്സ എടുത്തില്ലെങ്കിൽ വർഷങ്ങളോ അത് നീണ്ടു പോകാം. സങ്കടം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ അത്രയും ബാധിക്കണം എന്നില്ല. എന്നാൽ ഡിപ്രഷൻ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കാം, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ഒക്കെ ബാധിക്കാം. സോ നിങ്ങൾക്കുള്ളത് സങ്കടമാണോ അതോ ഡിപ്രഷൻ ആണോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.